ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിട്ട് ഗെയിം വേണം അനീഷ. ഓണവുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം ഓണക്കളി. ഓക്കെ. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് അനീഷ് രവി നടത്താൻ പോകുന്ന കൺകെട്ട് വിദ്യ. മന്ത്രമില്ല, ജാലമില്ല, കപടമില്ല. മായമില്ല, മന്ത്രമില്ല. പിന്നെ എന്താ ഉള്ളേ? മായമില്ല, മന്ത്രമില്ല, കപടമില്ല. ജാലമില്ല. മായാജാലമുണ്ട്. എന്നാ ഇതൊന്നുമല്ല. ഇത് നമ്മുടെ ഗെയിമിന്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മുടെ ഗെയിം ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രോപ്പർട്ടികൾ വെച്ചിട്ടുള്ള ഗെയിമുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പൊ നാരങ്ങയാണ് ഇരിക്കുന്നത്. നാരങ്ങ ഓരോ ഗ്ലാസ് പിഴിഞ്ഞ് അവർക്ക് കൊടുക്കാം. കുറച്ച് പഞ്ചാരയും കൂടി പക്ഷേ വേറെ വെച്ചാൽ ഈ നാരങ്ങ സിമ്പിൾ ആണ്. ഞാൻ ഈ ഗെയിം കാണിക്കണം. കാരണം ഈ നാരങ്ങ ഇങ്ങനെ പിടിച്ചിട്ട് വടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ ഈ പാത്രത്തിൽ എടുത്ത് ഈ പാത്രത്തിലേക്ക് സിമ്പിൾ ഭയങ്കര സിമ്പിൾ ആയി. ഒരു കൈ ഉപയോഗിക്കാവൂ. വടി നിലത്ത് പോകാൻ പാടില്ല. വടി നിലത്ത് വീഴാൻ പാടില്ല. വടി വീണതിന് മാക്സിമം എത്ര നാരങ്ങ? വടി വീണതിന് വേറെ ഒന്നുമില്ല. ഈ വടി നിലത്ത് പോവാതെ ഒരു കൈ കൊണ്ടിനെ വടി നമ്മൾ ഹോൾഡ് ചെയ്യണം. അതേ കൈ കൊണ്ടിനെ നമ്മൾ നാരങ്ങ എടുത്ത് ഒരു കൈയെ ഉപയോഗിക്കാവൂ. ഒരു കൈ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് സമയം പോരുത്. അകത്ത് പോകണം. നാരങ്ങ എടുത്തിട്ട് പാത്രത്തിൽ വീണാ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ. നിലത്ത് നാരങ്ങ പോയാൽ അത് കൗണ്ട് ചെയ്യും. പക്ഷെ ഔട്ട് ആവില്ല. കൗണ്ട് ചെയ്യില്ല. ഒറ്റയിടല് 2-3 നമ്പർക്ക് ഇടാലോ. അല്ല നിനക്ക് മാത്രം ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ വടി വേറെ ആളെ കൊടുക്കാം. പിടിച്ചോളൂ. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അത് വിഷ്ണുവിന് മാത്രമുള്ള സാധനം. ഇഷ്ടപ്പെട്ട് ചോദിച്ചത് വടി ഇങ്ങനെ ഇതിനാണ് വടി കൊടുത്ത് അടി വെക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ടീമുകളിൽ നിന്ന് നമുക്ക് ആരെ വിളിക്കണം? അത് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പാലക്കാട്ട് പക്കത്തിലെ ക്ഷമിക്കണം. നമ്മുടെ ഉണ്ടെങ്കിൽ ഒരു മമ്മട്ടിയോ പിച്ചാത്തോണ്ട് കുഴി ഒഴിച്ചെങ്കിൽ കിളക്കിയ ഒരു കൈ പുറകിൽ കിട്ടണം. ഇനി നമുക്ക് ഈ കൈ കൊണ്ട് യാതൊരു ഉപയോഗമില്ല തൽക്കാലത്തേക്ക്. റെഡി? നാരങ്ങ കൈ തരാം. ഒരെണ്ണം അയലോക്കത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. ശ്രദ്ധയ്ക്ക് നാരങ്ങ ഈ പ്ലേറ്റിൽ നിന്ന് ആ പ്ലേറ്റിലേക്കാണ്. കണ്ടവന്റെ തോളിലേക്ക് എല്ലാവരുടെയും പ്രതീക്ഷകൾ അട്ടിമറിച്ചുകൊണ്ടതാ വന്നിരിക്കുന്നു വീണ ആന്റണി. വെരി ഗുഡ്. സമയം നിങ്ങള് ഓരോന്നിനും എടുക്കണ്ടേ? ഇത് ആ റൂൾ ആദ്യം പറഞ്ഞിട്ടില്ല. അവിടെ ഇരിക്കും. ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ റൂള് ഇങ്ങനെ അല്ല. അനീഷേട്ടാ, ഇതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. ചേച്ചി 3 ഇട്ട് തരാം. ദയവ് ചെയ്ത് ചേച്ചിയുടെ ഈ കഴിവിൽ ഞങ്ങൾ നമിച്ചു. ഇന്ത്യയിൽ വേറെ ആർക്കും ഈ കഴിവ്. സൗത്ത് ആഫ്രിക്ക സമയം നമുക്ക് നാരങ്ങ പോരാട്ടം പൂർണ്ണ പോയിട്ടുണ്ട്. കുഴപ്പമില്ല. സൂപ്പർ.
2 മിനിറ്റ് ആയി. സൂപ്പർ 2 മിനിറ്റ് കൊണ്ട് 23 നാരങ്ങയാണ് ഈ പ്ലേറ്റ് നിന്ന് ആ പ്ലേറ്റിലേക്ക് മാറ്റിയത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒറ്റക്കൈ. മറ്റേ കൈ ബാക്കിൽ പോട്ടെ. മറ്റേ കൈ ബാക്കിൽ പോട്ടെ. പറ്റും ദീപക് കമോൺ വാ സൂപ്പർ എടാ നമ്മൾ രണ്ടും ഒരുപോലെയാടാ. ആ കറക്റ്റ് ഹായ്. ഒരെണ്ണമെങ്കിലും ഇട്ടെങ്കിൽ ദീപക് പറ്റും പറ്റും ഇതെന്റെ ആളാ. എനിക്ക് ടയർ ആ ടെക്നിക് ഒരെണ്ണം ഓക്കെ ഓക്കെ. ഫാസ്റ്റ് ഫാസ്റ്റ് അതെ അതെ കറക്റ്റ് കണ്ടിക്കൊള്ളരുത്. അപർണ ചേട്ടാ പൊക്കി കുത്തണേ കുത്തി ആ കുത്തി പൊക്ക് സമയം പൊക്ക് പൊക്ക് അതിക്രമിക്കുന്നു. പൊക്ക് ഓ സൂപ്പർ തരവിന് ഔട്ട് 15. നോട്ട് ബാഡ് നോട്ട് ബാഡ്. നിമിഷ നേരം കൊണ്ട് തന്നെ 15 നാരങ്ങയായിട്ട് നമ്മളെ അവരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ദീപക്. പക്ഷെ 15 താഴെ ഉണ്ടായിരുന്നു. ഉണ്ട് രമണൻ കോതലോട് നാദ്ര. ബീന ചേച്ചിയുടെ 23 വയസ്സുകാരെ തോൽപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും 23 വയസ്സോ അത് 40 വർഷം മുന്നേ. അല്ല അതൊരു തീരുമാനം അത് ശരിയല്ല അത് ശരിയല്ല അനീഷയുടെ 23 വയസ്സിന് ബീന ചേച്ചി. അല്ലല്ല അത് ശരിയല്ല. 40 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഇനി നിനക്ക് ഒരു സപ്പോർട്ട് ബീന ചേച്ചി കൂടുതൽ ഏറ്റവും സപ്പോർട്ട് എനിക്ക്. ആ അതുകൊണ്ടാ സ്നേഹം കൊണ്ട് എന്നാ പിന്നെ ഇത് മാറ്റി പറ എന്ത് ഇപ്പൊ പറഞ്ഞു 18 വയസ്സ് ചേച്ചി തുടങ്ങാം. ആ തുടങ്ങിയില്ലേ? ഇല്ല തുടങ്ങി. Ready? Ready? 1 2 3 സ്റ്റാർട്ട് വാവ് കുത്ത് കുത്ത് ആ വീഴും തറയെ വീഴും. പൊക്കി സ്റ്റിക്ക് തറയെ വീഴും. പൊക്കി കുത്ത് പൊക്കി കുത്ത് ഏയ് ലെഫ്റ്റ് പൊക്കി കൈ കുത്ത് കുത്ത് ഒറ്റ കൈ ലെഫ്റ്റ് കൈ ആ പൊക്കി ഗുഡ്. കുത്ത് പൊക്ക് പൊക്കി എടുത്ത് വെക്ക്. ആ വെരി ഗുഡ്. മറ്റാർക്കും കഴിയില്ല. സൂപ്പർ മറ്റാർക്കും കഴിയില്ല. ഇക്ക് താഴെ പോ. ഇപ്പൊ പോയി. ആ സൂപ്പർ. ഫോക്കസ് ഫോക്കസ് മത്സരി ഫോക്കസ് ഫോക്കസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പൊക്ക് പൊക്കിട് ആ അതിനാ ഓ കുത്തി കുത്തി ആ കണ്ണൂരിന്റെ ശൗര്യം കണ്ട. വാവ് സൂപ്പർ. അങ്ങനെ മതി പൊക്കി കുത്ത് അങ്ങനെ എടുത്ത് പയ്യ. റെഡി. ആ മിടുക്കി. ആ സൂപ്പർ. അങ്ങനെ മിടുക്കി. കേർപ്പോ. പോടാ പോടാ ആ പോട്ടെ 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 പോട്ടെ. ആ യെസ് സൂപ്പർ. യെസ് സൂപ്പർ. യെസ് സൂപ്പർ. യെസ് സൂപ്പർ. യെസ് സൂപ്പർ. പോട്ടെ പോട്ടെ. ആവേശം വേണ്ട. പോട്ടെ 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 പോട്ടെ. യെസ് സൂപ്പർ. സൂപ്പർ. യെസ് എക്സാക്ട്ലി. യെസ് സൂപ്പർ. തലപ്പേ പോട്ടെ നിർത്താ മതി. എന്തായാലും ദിവ്യയുടെ പെർഫോമൻസ് ദിവ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാല് സ്പോർട്സ്മാൻ മിക്കവാറും പുറത്തു പോകാതെ ഇതിനകത്തേക്ക് ഇടാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ വിജയം. അതെ. ദിവ്യ വളരെ കൃത്യമായിട്ട് പ്ലേറ്റിൽ തന്നെ ഇട്ടു എന്നുള്ളതാണ് വിജയിക്കുന്നത്. അതെ 10 മിനിറ്റ് ഇട്ടു നമ്മുടെ ഈ വീറും വാശിയേറിയ ഈ ഗെയിമിൽ 32 കൗൺസോട് കൂടി ജയിച്ചതാരാ? ദിവ്യ